+1 എക്സാം ഇങ്ങ് എത്തിപ്പോയി അല്ലേ? നമുക്കൊന്ന് തയ്യാറായാലോ കുട്ടികളെ? അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഒന്ന് പഠിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആയാലോ? അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ പ്രോബ്ലം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആണ്. ഇത് എന്തായാലും ഒരു എക്സാമിന് എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 8 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ബാക്കിയുള്ള മാർക്കുകൾ മതി നിങ്ങൾ തപ്പിപ്പിടിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ജേർണൽ എൻട്രി ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ജേർണൽ എൻട്രി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ റൂളോ ഒന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾക്ക് ജേർണൽ എൻട്രി നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിലെ ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് ബിസിനസ്, കമൻസ്ഡ് ബിസിനസ് എന്നൊക്കെയാണ് പറയുക. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലെ ക്യാപിറ്റലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ നമുക്കറിയാം അതിലെപ്പോഴും 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ആസ്പെക്റ്റ് പറയുന്നത് ഇപ്പോൾ എന്താണ്? ക്യാപിറ്റലാണ്. അപ്പോൾ ഓണർ ഇറക്കിയിട്ടുള്ള മൂലധനമാണ് ഒരു ആസ്പെക്റ്റ്. അടുത്ത ആസ്പെക്റ്റ് എന്താണ്? ക്യാഷാണ്. അപ്പോൾ നമ്മളെല്ലാം ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂടെ മാത്രമാണ് നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജേർണൽ എൻട്രി നമ്മൾ എളുപ്പത്തിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കണത്. അപ്പോൾ ഒരു ആസ്പെക്റ്റ് എന്താണ്? ക്യാഷാണ്. മറ്റത് എന്താണ്? ക്യാപിറ്റലാണ്. ബിസിനസ്സിന്റെ ഉള്ളിലേക്ക് വരുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിന്റെ പുറത്തേക്ക് പോകുന്നതിന് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ജേർണൽ എൻട്രി എഴുതാൻ പറ്റും. എന്താണ്? ബിസിനസ്സിന്റെ ഉള്ളിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നതിന് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുക. അത് അസറ്റ് ആയിക്കോട്ടെ, ലാബിലിറ്റി ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, എന്തായാലും ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയല്ലേ ചെയ്യുക. അപ്പം നമ്മൾ എന്താണ് എൻട്രി കാണിക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. എന്നിട്ട് എന്താണ് അടുത്തത്? എന്താണ്? ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താണ്? ബാധ്യതയാണ്. ബാധ്യത എന്താണ്? ഓണറോടുള്ള ബാധ്യത പുറത്തേക്ക് പോവല്ലേ ചെയ്ത്. ബിസിനസ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ ചിന്തിക്കണത്. അപ്പോൾ ക്യാപിറ്റലിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ജേർണൽ എൻട്രിയുടെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ എഴുതി കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ടു ക്യാപിറ്റൽ കാണിച്ചു. അപ്പോൾ നരേഷൻ നമുക്ക് ആ എൻട്രി തന്നെ എടുത്തിട്ടിടാം. ബീയിങ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാലോ? അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്താണ് ഉണ്ടായത്? ക്യാഷ് എന്താണ് ഉണ്ടായത്? പുറത്തേക്ക് പോവുകയല്ലേ ചെയ്തത്. കാരണം നമ്മൾ ബിസിനസ്സിലെ ക്യാഷ് എടുത്തിട്ടാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റേതിനെ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 12,000 എന്നുള്ളത് എഴുതി. ഇനി നമുക്ക് അടുത്ത എൻട്രി എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ഫർണിച്ചർ എന്താണ് ഉണ്ടായത്? ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുന്ന സമയത്ത് എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്? ക്യാഷ് എന്താണ് ഉണ്ടായത്? പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഫർണിച്ചറിനെ ഉള്ളിലേക്ക് വരുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് എന്താണ് ഉണ്ടായത്? പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്തായിട്ടാണ് കാണിക്കേണ്ടത്? ടു ആയിട്ടാണ് കാണിക്കേണ്ടത്. ഉള്ളിലേക്ക് വരുന്നതിന് നമ്മൾ എന്താണ്? ഡെബിറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ക്യാഷ് എന്താണ്? പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് കാണിച്ചു? ടു എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ആയിട്ട് കാണിച്ചു. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ് എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ്. അപ്പോൾ വെറുതെ പർച്ചേസ്ഡ് ഗുഡ്സ് പറഞ്ഞാൽ അത് ക്യാഷാണ്. ക്യാഷ് ആണെങ്കിൽ പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫർണിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എന്നാൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ സോൾഡ് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സെയിൽസ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ പർച്ചേസ് എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് എന്താണ്? ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയല്ലേ ചെയ്തത്. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന എന്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു? പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്താണ് ഉണ്ടായത്? ക്യാഷ് പുറത്തേക്ക് പോയി. കാരണം സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. അപ്പോൾ ക്യാഷ് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എളുപ്പമല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. വിഡ്രോ ഫ്രം ബാങ്ക് 8000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താണ് ഉണ്ടായത്? ക്യാഷ് എന്താണ് ഉണ്ടായത്? ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഉള്ളിലേക്ക് വരുന്നതിന് നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി നോക്കാം. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 8000 എന്നുള്ളത് കാണിച്ചു. ഇനി അടുത്തത് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ്. നമ്മുടെ സാധനങ്ങൾ നമ്മൾ വിറ്റു. അപ്പോൾ ഗുഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? അവിടെ സെയിൽസ് ആണ്. അപ്പോൾ എന്താണ്? സാധനങ്ങൾ എന്താണ്? പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ ഉണ്ടാവുക? ക്യാഷ് ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയല്ലേ. വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുക. ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായിരിക്കും എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 9000 ടു സെയിൽസ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് റെൻറ്റ് കൊടുത്തു. റെൻ്റ് എന്താണ്? ചിലവാണ് അല്ലേ. അപ്പോൾ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ക്യാഷാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ക്യാഷ് എന്താണ്? പുറത്തേക്ക് പോവുകയല്ലേ ചെയ്തത്. പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്തു. ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? റെൻറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. റെൻ്റ് ഒരു എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമുക്ക് എന്താണ്? അടുത്തത് കിട്ടും. അപ്പോൾ ഇവിടെ പെയ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ ക്യാഷ് പുറത്തേക്ക് പോയി. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റേ ആസ്പെക്റ്റ് എന്താണ്? റെൻ്റാണ്. അപ്പോൾ നമുക്കിതിൽ ജേണൽ എൻട്രി എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ജേണൽ എൻട്രി വരിക? റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ബീയിങ് റെൻറ്റ് പെയ്ഡ് എന്ന് നരേഷനും കാണിച്ചു. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് എന്നൊരു അക്കൗണ്ടാണ് നമ്മളത് എടുക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്കാണ് എന്താണ്? ബാങ്കിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത്. അപ്പോൾ ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം ബാങ്കാണല്ലോ പുറത്തേക്ക് പോയിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് പൈസയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് എന്താണ്? പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളതിന് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രോയിങ്സ് എന്താണ്? ഒരു അസറ്റാണ്. അസറ്റ് എന്താണ്? വർദ്ധിച്ചു. അപ്പോൾ ഡ്രോയിങ്സിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്തു. കാരണം ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്താൽ പിന്നെ അടുത്ത ആസ്പെക്റ്റ് എന്താണ്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളത് നോക്കാം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് പൈസ പോയ കാരണം ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ കമ്മീഷൻ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ്? ക്യാഷ് എന്താണ്? കിട്ടി അല്ലേ. ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ളിലേക്ക് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ആസ്പെക്റ്റ് എന്താണ്? കമ്മീഷൻ റിസീവ്ഡ് എന്താണ്? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക നോക്കാം നമുക്ക്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്താണ്? ഇൻകമാണ്. അപ്പോൾ ഇൻകത്തിന് എപ്പോഴും എന്ത് ബാലൻസ് ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കമ്മീഷൻ റിസീവ്ഡിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ദാസ് 3000. മുമ്പ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താണ്? നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് പർച്ചേസിനാണ്. അപ്പോൾ ബിസിനസ്സിന് ഉള്ളിലേക്ക് എന്താണ്? ഗുഡ്സ് വന്നു. അപ്പോൾ പർച്ചേസിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്ത ആസ്പെക്റ്റ് എന്താണ്? ദാസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ദാസ് പറഞ്ഞ കാരണം നമ്മൾ എന്താണ്? ദാസിനെ നോട്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? ക്രെഡിറ്റിൽ എന്താണ് കാണിക്കേണ്ടത്? ദാസാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ദാസ്. നമുക്ക് നോക്കാം ജേണൽ എൻട്രി. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു ദാസ്. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഗുഡ് സോൾഡ് ടു ദിനേഷ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ സാധനങ്ങൾ വിറ്റു. നമ്മൾ ക്രെഡിറ്റിനാണ്. ഇപ്പോൾ ദിനേഷിൻ്റെ പേര് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അപ്പോൾ ഗുഡ്സ് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ സെയിൽസ് എന്താണ്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് ഇൻകമാണ്. ഇൻകത്തിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം? ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ആസ്പെക്റ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജേണൽ എൻട്രി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ദിനേഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് നമ്മൾ നരേഷനും കാണിച്ചു. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, ചെക്ക് പെയ്ഡ് ടു ദാസ്. നമ്മൾ ദാസിൻ്റെ അടുത്ത് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യണത്, ദാസിന് നമ്മൾ ചെക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്താണ് പൈസ പോവുകയല്ലേ ഉണ്ടായത്. അപ്പോൾ ബാങ്കിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദാസിനെ എന്താണ്, അടുത്ത ആസ്പെക്റ്റ് എന്താണ്, ദാസാണ്. അപ്പോൾ ദാസിനാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദാസിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ ദാസ് നമ്മൾ കൊടുക്കാനുള്ളത് കൊണ്ട് ഒരു ലയബിലിറ്റി ആയിരുന്നു. ആ ലയബിലിറ്റി എന്താണ് ഉണ്ടായത്, ഡിക്രീസ് ആയി. കൊടുക്കുന്ന സമയത്ത് എന്താണ്, കുറഞ്ഞു. അപ്പോൾ ലയബിലിറ്റി ഡിക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എൻട്രി വരിക, ദാസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമുക്ക് എൻട്രി എന്താണെന്നുള്ളത് നോക്കാം. അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 2000 കാണിച്ചു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഗുഡ്സ് റിട്ടേൺഡ് ടു ദാസ്. നമ്മൾ ദാസിൻ്റെ അടുത്ത് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡാമേജ് ഒക്കെ കാരണം നമ്മൾ ദാസിന് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഗുഡ്സ് റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുക പർച്ചേസ് റിട്ടേൺ ആയിട്ടാണ് എടുക്കുക. നമ്മൾ ദാസിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ദാസിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അത് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കണം പർച്ചേസ് ചെയ്താണോ സെയിൽ ചെയ്താണോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. അപ്പോൾ ഇവിടെ ടു ദാസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതെന്താണ്, പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ പർച്ചേസിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് എന്താണ്, പുറത്തേക്ക് പോവുകയല്ലേ ചെയ്തത്. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്തു. എന്തിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് എന്താണ്, ദാസിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ദാസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ, അതിൻ്റെ നരേഷൻ കാണിച്ചു, ബീയിങ് ഗുഡ്സ് റിട്ടേൺഡ് ടു ദാസ്. അപ്പോൾ എളുപ്പമല്ലേ ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന ഏത് ജേണൽ എൻട്രി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു കമൻറ്റും തരണേ. കാരണം നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അത് കാണുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.